നമ്മളെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ കൺസൾട്ടൻസിനെയൊക്കെ വിളിക്കുന്നത് നമ്മുടെ രാജീവ് സാറാണ്. രാജീവ് സാറ് പറവൂർ പട്ടണം ഭാഗത്താണ്. വളരെ ശക്തമായിട്ട് മോദിക്കൻ ഉൽപ്പന്നങ്ങൾ സ്നേഹിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ രാജീവ് സാർ, അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. പ്രൊഡക്റ്റുകളുടെ ഡെമോ അദ്ദേഹം തന്നെ തുടങ്ങുന്നതാണ്. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഡെമോ ആദ്യം കാണിക്കുന്നതിന് വേണ്ടി മറ്റ് ലീഡേഴ്സിനെ അദ്ദേഹം വിളിക്കുന്നതാണ്. വെൽക്കം മിസ്റ്റർ രാജീവ്. താങ്ക് യു സാർ. എന്നെ പോലെ ഒരു ചെറിയവനായ ഒരു വ്യക്തിയെ ഇത്ര വലുതാക്കി കാണിച്ചതിന് സാറിന് ഒരു പ്രത്യേകം നന്ദി. അപ്പോ നമ്മുടെ ഇന്നത്തെ സാറാണ് നമ്മുടെ ഇന്നത്തെ ഇതിന്റെയൊക്കെ ചെയ്യുന്ന ആള്. അദ്ദേഹം ഇത്തിരി തിരക്ക് കാരണം ജോളി സാർ ഏറ്റെടുത്ത്. അപ്പൊ ജോളി സാർ ഇപ്പോ എന്നോട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്റെ പേര് രാജീവ്. എന്റെ വീട് പറവൂരിനടുത്തുള്ള പട്ടണം എന്ന മനോഹരമായ ഗ്രാമത്തിലാണ്. ഞാനൊരു ചെറിയ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അതുവഴി എന്റെ സുഹൃത്തുക്കളായ എന്റെ ലീഡേഴ്സ് വഴിയാണ് ഞാൻ ഈ മോദിക്കെയറിലേക്ക് വന്നത്. അപ്പൊ ഇത് മോദിക്കെയറും എന്റെ ബിസിനസ്സും കൂടി നല്ല രീതിയിൽ സന്തോഷത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെറിയ ചെറിയ വിജയങ്ങൾ ഞാൻ കരസ്ഥമായിക്കൊണ്ടിരിക്കുന്നു. ആ വലിയ വിജയത്തിലേക്കുള്ള ചുവടുവെപ്പിലാണ് ഞാൻ. അപ്പൊ അതിനെന്നെ സഹായിക്കുന്ന എല്ലാ ലീഡേഴ്സിനും, പ്രത്യേകിച്ച് നമ്മുടെ ജോളി സാർ അടക്കമുള്ള ലീഡേഴ്സിനെല്ലാം വളരെയധികം നന്ദി. പിന്നെ ഞങ്ങളുടെ പട്ടണത്തെ നല്ലവരായ കുറെ ലീഡേഴ്സ് ഉണ്ട്, അവർക്കും എല്ലാവർക്കും നന്ദി. അപ്പൊ ഇനി അധികം സംസാരിക്കുന്നില്ല. അപ്പൊ ഞാൻ തന്നെ നമ്മുടെ ഡെമോ ഫസ്റ്റ് തുടങ്ങാം. ഞാനിന്ന് കാണിക്കുന്നത് നമ്മുടെ ഫ്രീഡം നാപ്കിന്റെ ഡെമോയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പൊ ഇത് മോദിക്കെയറിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നമ്മൾക്ക് ജെൻസിന് ഇതിനെപ്പറ്റി അല്ലെങ്കിൽ കുടുംബനാഥന്മാർക്ക് ഈ പ്രൊഡക്റ്റിനെ പറ്റി അധികം വലിയ ഗ്രാഹ്യമൊന്നുമില്ല. കാരണം അതൊക്കെ ലേഡീസിന്റെ വിഭാഗമാണ്. നമ്മൾ അവർ പറയുന്ന ബ്രാൻഡുകൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ചുമതലയാണ് നമ്മൾക്കുള്ളത്. പക്ഷേ എന്റെ ലീഡേഴ്സ് എന്നെ ആദ്യമായിട്ട് ഈ ഫ്രീഡം നാപ്കിന്റെ ഡെമോ കാണിച്ചതിന് പിന്നെ എന്റെ വീട്ടില് എന്റെ വൈഫും പിള്ളേരും എല്ലാം ഇതാണ് ഉപയോഗിക്കുന്നത്. മറ്റുള്ള പാഡ് ഞാൻ ഡെമോ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ പാഡ് തീർന്നു പോയത് കാരണം ഇന്ന് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു കടയിൽ നിന്ന്. 40 രൂപ കൊടുത്ത് വാങ്ങിച്ചു, അതിനു വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പൊ നമ്മുടെ ഡെമോയിലേക്ക് ഞാൻ കടക്കാൻ താമസിക്കുന്നില്ല. അപ്പൊ ഞാൻ ഒരെണ്ണം നമ്മുടേത് റെഗുലർ, നമ്മുടെ ഫ്രീഡം എന്നതിന്റെ റെഗുലർ ആണ്. നമുക്ക് 3 തരത്തിലുള്ള പാഡുകളുണ്ട്: റെഗുലർ, ലാർജ്, എക്സ്ട്രാ ലാർജ്. എന്റെ ശരിക്കും ഓഡിബിൾ അല്ലേ സാറേ? വ്യക്തമായിട്ട് കേൾക്കുന്നില്ലേ? ഓഡിബിളോ ഓഡിബിളോ. ആ ആ താങ്ക് യു സാർ. അപ്പൊ അതിനാണ് ഞാൻ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഇത് പാഡ് തമ്മിലുള്ള ഒരു താരതമ്യം ഞാൻ പറയും. ഇന്നിപ്പോ നമ്മളുടേത് ഫ്രീഡം പാഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞതിനെ പറ്റി തന്നെ പറയുകയാണെങ്കിൽ അലൂമിനിയം ഫോയിൽ കവറാണ് നമ്മളുടെ ഇതിനെ മനോഹരമായി പച്ച കളറിൽ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിൽ നിന്ന് ആവശ്യത്തിന് പാഡുകൾ ഇപ്പൊ ആവശ്യത്തിന് എടുത്തതിന് ശേഷം അതേപോലെ തന്നെ നമ്മൾക്കിത് ഭദ്രമായിട്ട് അടച്ചു വെക്കാൻ കഴിയും. ഒട്ടിച്ച് സ്റ്റിക്കർ പോലെ ഒട്ടിച്ചു വെക്കാൻ കഴിയുന്ന പാഡാണ് നമ്മുടെ ഫ്രീഡം. അപ്പൊ അത് ഞാൻ ഒരെണ്ണം എടുത്തു. ഇതേപോലെ മറ്റുള്ള നമ്മുടെ വിപണിയിൽ കിട്ടുന്ന വിസ്പറിന്റെ ചോയ്സ് എന്നുള്ള പാഡാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾക്ക് ഇതിന്റെ കവർ തന്നെ പ്ലാസ്റ്റിക് ആണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. പ്ലാസ്റ്റിക് ആണ്. അതൊരിക്കൽ തുറന്നു കഴിഞ്ഞാല് പിന്നെ നമ്മൾക്ക് ഒരിക്കലും അടച്ചു വെക്കാൻ പറ്റില്ല. അതങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അപ്പൊ ഇതില് ക്ഷുദ്രജീവികളൊക്കെ കയറാൻ സാധ്യതയുണ്ട്. നമ്മളുടേത് വളരെ ഭദ്രമായിട്ട് നമ്മൾക്ക് എടുത്തതിന് ശേഷം അടച്ചതേപോലെ വെക്കാൻ കഴിയും. അപ്പൊ ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഞാൻ 2 പാഡും ഇവിടെ ഞാൻ വെക്കട്ടെ. അപ്പൊ ഇത് വിസ്പറിന്റെ പാഡാണ്. ഇതിൽ പൊട്ടിച്ചു വെക്കുകയാണ്. അപ്പൊ നമ്മളുടെ ഫ്രീഡത്തിന്റെ ഒരു നാപ്കിൻ ഞാൻ കീറുകയാണ്. ഇത് വെറും അതിന്റെ കവർ, അതിന് പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്ന കവർ തന്നെ വെറും കോട്ടൺ ആണ്. അത് പ്ലാസ്റ്റിക്കോ മറ്റേതോ ഒന്നുമില്ല. മാഡം ആ ഫോട്ടോ നോക്കി അതിൽ മാഡം ചരിഞ്ഞായിരിക്കുന്നോ? ഫോട്ടോ അയച്ചാൽ നോക്കിക്കോ. ഓക്കെ, കോട്ടൺ ആണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാവുന്നതാണ്. ഞാൻ കീറി കാണിക്കുന്നതാണ്. ഇത് കോട്ടൺ ആണ് വെറും. അപ്പൊ അതും ഞാനിവിടെ ടേബിളിൽ വെക്കുകയാണ്. നമുക്ക് സമയമില്ലാത്ത കാരണം വിശദമായിട്ടൊന്നും പറയാൻ അധികം സമയമില്ല. രണ്ടും ഞാനിവിടെ വെച്ചു.
നമ്മൾ രണ്ടും തമ്മിലുള്ള താരതമ്യ പഠനം ചെയ്യാറുണ്ട്. നമ്മളുടേത് വളരെ സോഫ്റ്റും, അത് ഇപ്പൊ നമുക്ക് പറയാനേ പറ്റുള്ളൂ നമ്മളുടേതാണ് സോഫ്റ്റ് എന്നുള്ളത്. അപ്പൊ അതിൽ ഞാൻ രണ്ടിലും, അപ്പൊ ഇതിന്റെ കവറിനെ പറ്റി പറഞ്ഞു. നമ്മളുടേത് അലൂമിനിയം ഫോയിൽ കവർ. ഞാൻ വിപണിയിലുള്ള പ്രമുഖ ബ്രാൻഡിന്റേത് പ്ലാസ്റ്റിക് കവറാണ്. അപ്പൊ രണ്ടിലും ഞാനൊരു 50 ml വെള്ളം, ഇതിന്റെ അബ്സോർബിങ് കപ്പാസിറ്റി ആദ്യം നമുക്ക് പരിശോധിക്കാം. രണ്ടിലും ഞാൻ 50 ml വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. ആദ്യം ഞാൻ ഫ്രീഡത്തില് 50 ml ഒഴിക്കുന്നുണ്ട്. അടുത്ത് നമ്മുടെ വിപണിയിൽ നിന്നുള്ള മറ്റേ പാഡില് ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. എല്ലാവർക്കും കാണാം അല്ലേ? കാണാൻ പറ്റുന്നില്ലേ? കാണാം. ആ. അപ്പൊ രണ്ടിലും ഞാൻ വെള്ളം ഒഴിച്ചു. അപ്പൊ ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ ചരിക്കുകയാണ്. ഇപ്പൊ നനവ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയാം. ഇതിൽ ശരിക്ക് വെള്ളം ശരിക്ക് ഒഴുകിപ്പോരും. അമർത്തി കഴിയുമ്പോൾ എന്റെ കയ്യിലൊക്കെ വെള്ളവും ഒഴുകിപ്പോരുന്നുണ്ട്. വെള്ളം ഒഴിച്ചത് അത് കാണുന്നുണ്ട്. യെസ്. വെള്ളം നനവുണ്ട്. എന്റെ കയ്യിലെടുത്താലും അറിയാൻ പറ്റിയത് നിലത്തിട്ട് ഇതുമൊക്കെ വീണിട്ടുണ്ട്. എന്റെ കൈ നനഞ്ഞിരിക്കുകയാണ്. അതേ സമയത്ത് ഞാൻ ഫ്രീഡം ഒന്ന് അമർത്തിയിട്ട് കാണിക്കുന്നതാണ്. ഫ്രീഡത്തിൽ അമർത്തിയിട്ട് അതിലൊന്നും ഒരു തുള്ളി വെള്ളം പോലും ഒരു നനവോ എന്റെ കയ്യിൽ നിന്ന് വരുന്നില്ല. അത് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ കൈ നനവില്ല. അപ്പൊ ഇത് രണ്ടിലും ഒഴിച്ചു. അപ്പൊ ഇതിപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഇതിന്റെ ഉള്ളിലുകൾ എന്താണ്, ഉള്ളുകള്ളികൾ എന്താണെന്ന് നോക്കണം. പുറംപൂച്ച് മാത്രം കണ്ടാൽ പോരല്ലോ. അപ്പൊ ഞാൻ ഈ വിപണിയിൽ നിന്ന് വാങ്ങിച്ച ഈ പാഡ് അതിന്റെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. ഇത് ഇത്തിരി പ്ലാസ്റ്റിക് കുറവാണ് ആ ഒരു കവറിങ്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ ഇതിൽ ജെല്ലല്ല. ഇതിൽ ജെല്ലെന്ന് പറയുന്നില്ല, വെറും സാധാരണ ഒരു കോട്ടൺ. പക്ഷെ ഈ കോട്ടന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും അബ്സോർബിങ് കപ്പാസിറ്റി ഒന്നുമില്ലാത്ത വെറുതെ അഴുത്തു പോകുന്ന ഒരു കോട്ടൺ ആണ്. ഈ കോട്ടൺ ഉപയോഗിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയധികം ഉണ്ടാവും എന്നുള്ളതിന് തർക്കമില്ല. കാരണം ഇത് ശരിക്ക് വെറുതെ അഴുത്തു പോകുന്ന ഒരു കോട്ടൺ ആണ്. അപ്പൊ ഞാനിത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് കാണിക്കാം. അപ്പൊ രണ്ടിലും ഞാൻ വെള്ളം കൊടുത്തിട്ടുണ്ട്. ചരിഞ്ഞിരിക്കുന്നത് സ്ട്രൈറ്റ് അല്ല, ഫോൺ വട്ടം കേട്ടോ, ചരിഞ്ഞിരിക്കുന്നത്. എന്നോടാണോ സാറേ പറഞ്ഞ? അന്നൊരു കാര്യം ചെയ്യും, നേരത്തെ ആദ്യം വെച്ചവരെ വെച്ചോ. കാരണം ആള് ചരിഞ്ഞിരിക്കണത്, വട്ടം ചരിഞ്ഞിരിക്കണത്, തലതിരിഞ്ഞ് കേട്ടോ. സൗരം പോലെ വെച്ചോ. ആദ്യത്തെ പൊസിഷൻ കുഴപ്പമില്ല, ചരിഞ്ഞിരിക്കണം. അപ്പൊ ഞാൻ ഇത് ഇപ്പോഴും ചരിഞ്ഞാണ്, വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. ഇപ്പോഴും ചരിഞ്ഞാണ്. ഒന്നിട്ട് തിരിച്ച് വെള്ളത്തിലേക്ക് ഇട്ടുണ്ട്. അതപ്പോ ആയിട്ടില്ല. സാറേ മ്യൂട്ടല്ല. ഓക്കെ. അപ്പൊ അതിന് വേറെ കവറൊന്നുമില്ല. അടുത്തൊരു കവർ എന്ന് പറഞ്ഞില്ലെങ്കിൽ വെറും പ്ലാസ്റ്റിക് കിറ്റിന്റെ ഒരു ആവരണമാണ് ഇത്. അടുത്ത ഇതുള്ളത് ഇത് വെറും പ്ലാസ്റ്റിക് കിറ്റാണ്. പ്ലാസ്റ്റിക് മയമാണ്. ആദ്യം ഉപയോഗിച്ച് നമ്മൾ നെറ്റുള്ളത് മാത്രമേ ഇത്തിരി പ്ലാസ്റ്റിക് ഉണ്ടെങ്കിലും അതിൽ കുറച്ച് കുറവുള്ളത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മളുടെ ഇതിൽ വേറെ ഇത് എക്സ്ട്രാ ഒന്നും ഇല്ല കേട്ടോ. നമ്മളുടെ ഫ്രീഡം നാപ്കിന്റെ നമുക്കൊന്ന് പരിശോധിക്കാം. അടുത്ത ലെയർ എല്ലാവർക്കും കാണാവുന്ന ഫുൾ ഹോളുകൾ, എയർ ഫിൽറ്റർ പോലെ ശരിക്ക് വായുസഞ്ചാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം ചെയ്ത് ഫുൾ കോട്ടൺ ആണ് ഇത്. അത് നമുക്ക് കീറി
എടുക്കാവുന്നതാണ്. നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വെറും ഫുൾ കോട്ടൺ ആണ് അത്. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു പാഡുകളില്ലാത്ത അനിയോൺ സ്ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രിപ്പ്. നമ്മുടെ എക്സ്ട്രാ ഇറക്കുമതി ചെയ്യുന്നതാണ്. ഇത് ഇമ്പോർട്ടഡ് ആണ്. നമ്മൾ പാഡിൽ വെച്ചിരുന്നത് കാരണം നമ്മളൊരു തുണി, ഒരു തോർത്തോ അല്ലെങ്കിൽ തുണിയോ ഒക്കെ നനച്ച് കുളി കഴിഞ്ഞ് നമ്മൾ ഒരിടത്ത് ചുരുട്ടി വെക്കുകയാണെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ അതിലൊരു ബാഡ് സ്മെല്ല് വരും. അത് ശരിക്കും ബാക്ടീരിയ ഫോം ചെയ്യുന്നതാണ്. അപ്പൊ ജെംസിന്റെ ഒക്കെ സാന്നിധ്യം ഉണ്ടാവും. അങ്ങനെ ബാക്ടീരിയ ഫോം ചെയ്യുന്നതാണ് അത്. ആ ഫോം ചെയ്യുന്ന ബാക്ടീരിയയിൽ നനവ് തട്ടുമ്പോ ഈ അനിയൺ സ്ട്രിപ്പ് പ്രവർത്തിച്ചു തുടങ്ങും. 10 മണിക്കൂർ അതിൽ ബാക്ടീരിയ ഫോം ചെയ്യാതെ സൂക്ഷിക്കാനായിട്ട്, അത് ബാക്ടീരിയ ഉണ്ടാകാതിരിക്കാൻ ആയിട്ട് പ്രതിരോധിക്കുന്ന ഒരു സ്ട്രിപ്പാണിത്. ഇത് ശരിക്ക് നമ്മൾക്ക് തലവേദനയൊക്കെ വരുന്ന സമയത്ത് ഈ സ്ട്രിപ്പ് തുണിയിൽ വെള്ളം നനച്ചിട്ട് തലയിലേക്ക് വെച്ചാൽ നമ്മുടെ തലവേദനക്കൊക്കെ ശമനം ഉണ്ടാവുന്ന ഒരു ഇതാണ്. ആരോഗ്യപരമായിട്ട് നല്ലൊരു നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നതാണ്. ഇത് മറ്റുള്ള പാഡുകളിൽ ഇന്ന് വിപണിയിൽ കിട്ടുന്ന ഒരു പാഡിലും ഇല്ല. ഇത് വളരെ പ്ലസ് പോയിന്റ്, നമ്മളുടെ പാഡിന്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. അത് മറ്റുള്ള പാഡുകളിലൊന്നും ഇല്ലാത്തതാണ്. അടുത്ത് നമുക്ക് ഈ ജെല്ല്, നമ്മുടെ ജെൽ ടൈപ്പ് ആണ്. നമ്മുടെ ജെൽ ടൈപ്പ് പാഡാണ്. ആ ജെല്ലിനെ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുകയാണ്. ഞാനെടുത്ത് കാണിക്കാം. ജെല്ലിനെ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുകയാണ് കോട്ടൺ തുണി കൊണ്ട്. അപ്പൊ ഞാൻ ഈ ജെല്ല് മൊത്തം ഇതിലേക്ക് നമ്മൾ ഈ പാത്രത്തിലേക്ക്, വെള്ളത്തിലേക്ക് ഇടുകയാണ്. അപ്പൊ ഇതും ജെല്ലിനെ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്ന ആ ഇത് ഞാൻ കാണിച്ചു തരാം. വേണ്ട, ഇത് വെറും കോട്ടൺ ആണ്. അത് നമ്മൾക്ക് കീറിയെടുക്കാൻ പറ്റും പരിശുദ്ധമായി. ഈ ജെല്ല് ശരിക്ക് ഒരു മരത്തിന്റെ കറയിൽ നിന്ന് എടുക്കുന്ന പ്രകൃതിദത്തമായിട്ടുള്ള ജെല്ലാണ്. ഇത് ശരിക്ക് നമ്മുടെ ചോറ്, നമ്മുടെ അരി വെന്ത് ചോറാകുമ്പോൾ അതിൽ നിന്ന് വെള്ളം നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇതിൽ നിന്നും വെള്ളം തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. കാരണം അബ്സോർബ് ചെയ്യുന്ന വെള്ളം ഒരിക്കലും ഇതിൽ നിന്ന് പുറത്തു വരിക. അരി വെന്ത് ചോറായാൽ അതിൽ നിന്ന് വെള്ളം നമുക്ക് വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റില്ല. അതേ ടെക്നോളജിയാണ് നമ്മുടെ ഈ ജെല്ലി ടൈപ്പിലും ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം കോട്ടൺ ആണ്. അടുത്തത് അവസാനത്തെ ലെയർ. ഇത് നമ്മളുടേത് ശരിക്കൊരു ഈ ആവരണം, ഈ എയർ അതായത് വായുസഞ്ചാരം കൂട്ടാനുള്ള ഒരു സുഷിരങ്ങളുള്ള ഒരു ഫിലിം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. വെറുതെ ഇതും കീറിയെടുക്കാം. ഇതും നമ്മുടെ പ്ലാസ്റ്റിക് അല്ല. പ്ലാസ്റ്റിക് നമ്മളുടെ ഇതിൽ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇതാണ് നമ്മുടെ പാഡിനുള്ള പ്രത്യേകത. ഇത് നമുക്ക് ഇതിന്റെ അബ്സോർബിംഗ് കപ്പാസിറ്റി ഒന്നും കൂടി പരിശോധിക്കാം. ഇപ്പൊ ഈ രണ്ട് ഇതില് സാധാരണ നമ്മുടെ ഇത് കോട്ടൺ ആയിരുന്നു. ആ കോട്ടന്റെ അതിൽ അഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അടുത്തത് നമ്മുടെ ജെല്ലിലും രണ്ടിലും വെള്ളം ഒഴിച്ച്, ഈ വെള്ളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. വെറുതെ വെള്ളം അങ്ങനെ കിടക്കുകയാണ്. അടുത്തത് നമ്മളുടേതുണ്ട്. ആ ജെല്ല് പോരാതെ ഞാൻ നോക്കണത് ജെല്ലാണ് പോരുന്നത്. ഒരു തുള്ളി വെള്ളം അതിൽ നിന്ന് പോരുന്നില്ല. നമ്മളുടെ ജെല്ലാണ് ഇങ്ങോട്ട് താഴത്തേക്ക് വീണത്. വെള്ളം പോരുന്നില്ല. കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും? ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാനിനി വേറൊരു പണിയൊന്നും ചെയ്യാം. ഞാൻ നമ്മുടെ ഈ കോട്ടൺ പാഡിനെ രക്ഷിക്കാൻ വേണ്ടി, ആ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ആ വെള്ളം കൂടി നമ്മളുടെ ഈ ജെല്ലിലേക്ക് ഒഴിച്ചു നോക്കാം. അപ്പൊ അങ്ങനെയെങ്കിലും ആ കോട്ടണിലെ വെള്ളം കുറയുമെന്ന് നമുക്ക് നോക്കണമല്ലോ. നിറഞ്ഞ് ഇനിയും എനിക്ക് ഇത് ഒഴിക്കാൻ പറ്റില്ല, കാരണം നമ്മളുടേത് അത് നിറഞ്ഞ്. ആ വെള്ളവും അത് ഞാൻ ആ ഒഴിച്ച വെള്ളം മൊത്തം അത് വലിച്ച് വീണ്ടും നിങ്ങൾ കാണാൻ പറ്റുന്ന ഒരു തുള്ളി വെള്ളം പോലും എന്റെ കയ്യിലേക്ക് വീഴുന്നേ ഇല്ല. ഇനിയും വെള്ളം ഇതിൽ കുറച്ചും കൂടെ ഒഴിക്കാം. എന്റെ ബോട്ടിൽ കുറച്ച് ചെറുതായതിന്റെ പേരിലാണ്. വലിയ ബോട്ടിലായിരുന്നെങ്കിൽ ആ വെള്ളം മുഴുവൻ ഞാൻ ഇതിൽ ഒഴിക്കാനായിരുന്നു. അതിൽ ആ വെള്ളം ബാക്കിയുള്ള അങ്ങനെയാണ് എടുക്കേണ്ടത്. അഴുത്ത് എന്തോ ഒരു വൃത്തികെട്ട ഒരു വസ്തു പോലെയാണ് തോന്നുന്നത് അഴുത്തിട്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ അവസ്ഥ. കാരണം ഇപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഈ എത്രയും വേഗം ഇത് കാണുന്നവരെല്ലാം ഈ പാഡ്, ഇങ്ങനെയുള്ള പാഡുകൾ ഒഴിവാക്കി നമ്മുടെ ഫ്രീഡം ഉപയോഗിക്കുക. ആരോഗ്യത്തിന്, നമ്മുടെ ആരോഗ്യം. കാരണം അസുഖം വന്നിട്ട്
ഈ ആരോഗ്യത്തിന് വേണ്ടി ഓടി നടക്കുന്നതിലും നല്ലത് അസുഖം വരാതെ നമ്മൾ സൂക്ഷിക്കുക. നമ്മളുടെ മക്കളുടെയും ഭാര്യമാരുടെയും എല്ലാം ആരോഗ്യത്തിന് നമ്മൾക്കാണ് അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇരിക്കുന്നത്. കാരണം ഇന്നത്തെ ഈ ആരോഗ്യരംഗത്ത് പറയുകയാണെങ്കിൽ ഇന്ന് വളരെയധികം അസുഖങ്ങൾ, സ്ത്രീജന്യമായ ഒരുപാട് അസുഖങ്ങൾ മിക്ക വീടുകളിലുമുണ്ട്. കാരണം അറിവില്ലായ്മയും ഇങ്ങനെ പറ്റിക്കപ്പെടുന്ന പരസ്യങ്ങളിലൂടെ ആകൃഷ്ടരായി പറ്റിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഉള്ളത്. കാരണം ഏറ്റവും ശുചിയായിട്ട് ശ്രദ്ധിക്കേണ്ട സമയത്ത് ഈ വളരെയധികം ഈ കഴിഞ്ഞ ഇതില് നമ്മൾ പേപ്പർ കട്ടിങ്ങുകളും മറ്റും കാണാറുണ്ട്, പേപ്പറിലൊക്കെ വരാറുമുണ്ട്. ഈ പാടുകളിൽ മറ്റേ ക്യാൻസറിന് സാധ്യതയുള്ള അണുക്കളുടെ സാന്നിധ്യം എന്ന് പറയാറുണ്ട്. അതൊന്ന്. പിന്നെ അതുകൂടാതെ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം ഈ ഇത്രയും ഇറിറ്റേഷൻ നൽകുന്ന, കാരണം ഇന്ന് ടെക്സ്റ്റൈൽസിലും മറ്റും ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരൊക്കെ 10 മണിക്കൂറൊക്കെ സാധാരണ വിപണിയിൽ കിട്ടുന്ന പാഡുകളൊക്കെ വെക്കാറുണ്ട്. അതൊരിക്കലും അത് ശരിയായ രീതിയല്ല. ഇത്തരം 2 മണിക്കൂറിൽ കൂടുതൽ ഒരിക്കലും വെക്കാൻ പാടില്ല. അപ്പൊ അത് വെക്കാൻ പാടില്ല. സൗണ്ട് ഇപ്പൊ കേൾക്കണ്ട സാർ? എനിക്കൊരു കോള് വന്ന്. കുഴപ്പമില്ല. ആ, അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അതൊന്ന്. പിന്നെ ഇപ്പൊ ഇന്ന് ഈ ഗർഭാശയ സംബന്ധമായ അസുഖങ്ങള്, ഈ യൂറിനൽ പ്രോബ്ലംസ്, ഗർഭാശയം റിമൂവ് ചെയ്യല്, അങ്ങനെയുള്ള അനവധി അസുഖങ്ങള് ചെറിയ ചെറിയ പെൺപിള്ളേർക്ക് വരെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ തടയിടേണ്ടത് നമുക്ക് സമൂഹത്തോടുള്ള ഉത്തരവാദിത്തമാണ്. നമ്മളുടെ ഈ ഉൽപ്പന്നത്തെ പറ്റി നമ്മളെല്ലാവരും, വരുമാനം മാത്രമല്ല നമ്മുടെ ഒരു പ്രതിബദ്ധതയാണ്, ഈ സമൂഹത്തിനോടുള്ള ഒരു പ്രതിബദ്ധതയാണെന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഉൽപ്പന്നത്തെ പ്രമോട്ട് ചെയ്യുക, കഴിയുന്നതും എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പൊ എല്ലാവർക്കും അതിന് കഴിയട്ടെ. പിന്നെ നമ്മൾക്ക് ചെറിയ രീതിയിലുള്ള വരുമാനവും. കാരണം മറ്റുള്ള ഈ പാഡ് ശരിക്കും ഒരു 5 എണ്ണം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഒരു പാഡ് മതി 10 മണിക്കൂർ. അപ്പൊ നമ്മളുടേത് ശരിക്ക് വളരെ ചുരുങ്ങിയ വില കൊണ്ട് ആരോഗ്യം എന്ന വലിയ നേട്ടം കൈവരിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവരും ഇത് പ്രമോട്ട് ചെയ്യുക. താങ്ക് യു സാർ, എനിക്കൊരു അവസരം തന്നതിന് ജോലി സാറിന് വളരെയധികം നന്ദി. താങ്ക് യു രാജീവ് ജി, സൂപ്പർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂമിലൂടെ കുറച്ചധികം ലിമിറ്റേഷൻസ് ഉണ്ട്. സാധാരണ നാപ്കിന് ഡെമോ കാണിക്കുമ്പോൾ നമ്മൾ ടച്ച് ആൻഡ് ഫീൽ എക്സ്പീരിയൻസ് കാണിക്കാറുണ്ട്. എങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ കാണിച്ചു. എനിക്ക് തോന്നുന്നു ഡെമോ കാണിക്കാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഡെമോയാണ് സാനിറ്ററി നാപ്കിന്റെ, പ്രത്യേകിച്ച് സൂമിലൂടെ. അപ്പൊ വളരെ നല്ല രീതിയിൽ അദ്ദേഹം അത് കാണിച്ചു. സാനിറ്ററി നാപ്കിനുകളിൽ പതിഞ്ഞിരിക്കുന്ന ആപത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം പത്രവാർത്തകൾ നമ്മൾ നിരന്തരം കാണാറുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തോട്, അല്ലെ, നമ്മളുടെ ഭാര്യയോട്, നമ്മുടെ പെൺമക്കളോടൊക്കെ ആത്മാർത്ഥമായ സ്നേഹം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫ്രീഡം നാപ്കിൻ അവർക്ക് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മോദി കെയറിലെ ലോയൽറ്റി പ്ലസ് പോലെയുള്ള ആനുകൂല്യങ്ങൾ ഉള്ളത് തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നിലവാരത്തിലുള്ള സാനിറ്ററി നാപ്കിൻ മാർക്കറ്റ് നിലവാരം കുറഞ്ഞ ഉൽപ്പന്നത്തെക്കാൾ വില കുറവിൽ മേടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ യൂണിക് സെല്ലിംഗ് പോയിന്റ്. ഇപ്പൊ എല്ലാവരും ഈ ഉൽപ്പന്നം ഉപയോഗിക്കുക, പ്രൊമോട്ട് ചെയ്യുക, ഡെമോൺസ്ട്രേഷൻ കാണിക്കുക. ഒരുപാട് കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു പ്രോഡക്റ്റ് ആണ്. നമുക്കറിയാം, സോപ്പും മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. പക്ഷെ സാനിറ്ററി നാപ്കിന്റെ മേഖല എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് ഉൽപ്പന്നങ്ങൾ മാത്രമേ മാർക്കറ്റിലുള്ളൂ. ഇത് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കേൾക്കാണ്ടില്ലേ? ഓക്കെ. എന്നെ വിളിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ ടീ ട്രീ ഓയിലിനെ പറ്റിയിട്ടുള്ള ഡെമോയാണ് കാണിക്കാൻ പോകുന്നത്. ടീ ട്രീ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചായ മരത്തിന്റെ നിന്നുണ്ടാകുന്നതല്ല, അത് ആസ്ട്രേലിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ടീ ട്രീ എന്ന ഒരു മരത്തിന്റെ ഇലകളിൽ നിന്ന് വാറ്റിയെടുക്കുന്ന നമ്മുടെ ടീ ട്രീ ഓയിൽ. ഇത് കൊച്ചു ഡോക്ടർ എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് അത്രമാത്രം ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ചർമ്മ പ്രശ്നങ്ങൾക്ക് മുഴുവൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് ടീ ട്രീ ഓയിൽ. അത് കേശാദിപാദം വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ ചർമ്മരോഗങ്ങൾക്കും അത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഇപ്പോൾ തലയിലേക്ക് വന്നു കഴിഞ്ഞാൽ മുടി കൊഴിഞ്ഞു പോകാതിരിക്കുന്നതിന് സഹായിക്കുന്നു. പിന്നെ പാൻ ശല്യം ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാൻ സാധിക്കുന്നു. അതുപോലെ താരനെ ഒഴിവാക്കാൻ സാധിക്കുന്നു. പിന്നെ മുഖത്തുണ്ടാവുന്ന കുരുക്കളെ മാറ്റാൻ സാധിക്കുന്നു. അങ്ങനെ പലവിധ ഗുണങ്ങളുണ്ട് മുഖത്തിനുണ്ട് തന്നെ. അതുപോലെ തന്നെ
ഇത് നേരിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് വെളിച്ചെണ്ണയിലോ മറ്റുള്ള ഏതെങ്കിലും ഓയിലുകളിലോ വേണം ഇത് ഉപയോഗിക്കാൻ. മുഖക്കുരു ഉള്ളവർക്ക് ഇത് രാത്രിയിൽ പുരട്ടി വയ്ക്കും, നേരിട്ട് പുരട്ടി വെച്ച് നേരം വെളുപ്പിന് ഫേസ് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള പലവിധ ഗുണങ്ങളുണ്ട്. ഇനി ഉറക്കം വരുന്നില്ലെങ്കിൽ കാൽപാദത്തിന്റെ അടിയിൽ, കാലിന്റെ വെള്ളയിൽ തേച്ച് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം കിട്ടാൻ സഹായിക്കും. പിന്നെ വിയർപ്പ് നാറ്റം കളയാൻ വേണ്ടിയിട്ട് കുളിക്കുന്ന വെള്ളത്തിലേക്ക് 2 തുള്ളി ഒഴിച്ച് കുളിച്ചു കഴിഞ്ഞാൽ ആ വിയർപ്പ് നാറ്റം പോലും ഉണ്ടാവില്ല. അങ്ങനെ പലവിധ ഗുണങ്ങളുള്ളതാണിത്. ഇത് വളരെയധികം ആഴത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നതാണ്. മറ്റുള്ള വിക്സോ അതുപോലെ തന്നെ അമൃതാഞ്ജനൊക്കെ തേച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊന്നും പെട്ടെന്ന് മോചനം കിട്ടില്ല. പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ ആഴത്തിലിറങ്ങി പ്രവർത്തിക്കുന്ന ഒന്നാണ് ടീ ട്രീ ഓയിൽ. അപ്പൊ ഇതിന്റെ പലവിധ ഗുണങ്ങളുണ്ട്. അപ്പൊ ഇനി അധികം ഗുണങ്ങളെ പറ്റിയിട്ടൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇതിന്റെ ആഴത്തിലിറങ്ങി പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഡെമോയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇതാ ഞാൻ ഇതിന്റെ ഉള്ളിൽ നിന്നും എടുത്തിരിക്കുകയാണ്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്, സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പലവിധ തീ പൊള്ളി കഴിഞ്ഞാലൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ വളരെ ആഴത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് ഒരു കാണിച്ചു തരാൻ പോവുകയാണ് ഞാൻ. നമ്മൾ സാധാരണ എന്ത് വാങ്ങിച്ച് ഒരു ബലൂൺ വീർപ്പിച്ചതിന് ശേഷം അതിന്റെ മുകളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാറില്ല. നമ്മൾ ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് ഒഴിച്ചാലും ഈ ബലൂണിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാറില്ല. പക്ഷെ ഈ ടീ ട്രീ ഓയിൽ ഒരു തുള്ളി ഒഴിച്ചു കഴിഞ്ഞാൽ അതിനെന്താ സംഭവിക്കാന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും. നിങ്ങളിപ്പോ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലേ, കാണുന്നില്ലേ? യെസ് സാർ, കാണുന്നുണ്ട്. എന്നാ ഞാൻ അദ്ദേഹത്തിന്റെ മുകളിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞ് ഇതാണ് അതിൻ്റെ ഒരു തുള്ളി അതിന്റെ മുകളിലേക്ക് വീണപ്പോൾ തന്നെ അത് പൊട്ടിപ്പോയി. അപ്പൊ അത്രയും പെട്ടെന്ന് തന്നെ ഇത് വളരെ ആഴത്തിൽ പെട്ടെന്ന് തന്നെ സഡൻ ആക്ഷൻ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ തലയിൽ പുരട്ടാവുന്നതാണ്. അതുപോലെ തന്നെ നീരുവീഴ്ച ഉണ്ടെങ്കിൽ നമുക്ക് 2 തുള്ളി വെള്ളത്തിൽ ഒഴിച്ച് ആ ചൂടുവെള്ളത്തിൽ ആവി പിടിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ഗുണങ്ങളും ഇതിനകത്തുണ്ട്. അങ്ങനെ പലവിധ ഗുണങ്ങൾ കൊണ്ട് പലവിധ കാര്യങ്ങൾക്ക് ഉപകരിക്കാവുന്നതാണ് ടീ ട്രീ ഓയിൽ. അപ്പൊ എല്ലാവരും തന്നെ ഒരു ബോട്ടിൽ സ്ഥിരമായിട്ട് വീട്ടിൽ വാങ്ങിച്ചു വെക്കുക. എപ്പോഴാണ് നമുക്ക് ആവശ്യങ്ങൾ വരിക എന്ന് പറയാൻ സാധിക്കില്ല. ഏത് പ്രശ്നങ്ങൾ വന്നാലും, എന്ത് ചർമ്മ പ്രശ്നങ്ങൾ വന്നാലും അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാന്തരം ഒരു മരുന്നാണ് ടീ ട്രീ ഓയിൽ എന്ന് പറയുന്ന ഓയില്. അതുകൊണ്ട് എല്ലാവരും തന്നെ ഉപയോഗിക്കുക. എനിക്കിവിടെ അവസരം തന്ന സാറിനും പ്രത്യേകിച്ച് എല്ലാവർക്കും, ഇവിടെ കണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു ആൾ. താങ്ക് യു നാസർ സാർ. താങ്ക് യു, താങ്ക് യു. രാജീവ് സാർ. ഞാൻ സാറ് പറയുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പൊ അടുത്തതും ലാസർ സാറിന് നല്ലൊരു കയ്യടി. വളരെ നല്ല രീതിയിൽ അദ്ദേഹം അത് കാണിച്ചു. പിന്നെ നമ്മളുടെ ഈ ഓൺലൈൻ ആയതിന്റെ പേരിൽ അതിന്റെ പരിമിതികൾ നമ്മൾക്കുണ്ട്. ലൈവായിട്ട് കാണിക്കുന്നതിലും കുറച്ച് പരിമിതികൾ നമ്മൾക്ക് ഇതായിട്ടുണ്ട്. അപ്പൊ അടുത്ത ഡെമോ കാണിക്കുന്നതിനായി നമ്മുടെ റൂസോ മേഡത്തെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നത്. വളരെയധികം നഴ്സിംഗ് മേഖലയിലൊക്കെ വളരെയധികം പാഠവും കാണിക്കാറുള്ള നമ്മുടെ ഒരു ഗ്രേറ്റ് ലീഡറാണ് റൂസോ മേഡം. അപ്പൊ അദ്ദേഹം വളരെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ട്രെയിനിങ്ങിലൊക്കെ വളരെ വെൽനസ് പ്രൊഡക്റ്റുകളുടെ ട്രെയിനിങ്ങിലൊക്കെ വളരെയധികം നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. അപ്പോ റൂസോ മേഡത്തെ ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. റൂസോ മേഡം, കമോൺ. ഒറ്റ മിനിറ്റ്. ഹലോ, എല്ലാവർക്കും എന്നെ കാണാലോ? കാണാം സാർ, കാണാം മേഡം. ഓക്കെ. ഞാൻ ഇന്ന് ഇവിടെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് നമ്മുടെ ലീഡർമാർക്ക് എല്ലാവർക്കും നന്ദി. അതുപോലെ ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്ന ഡെമോ എന്ന് പറഞ്ഞാൽ ഡുസോൾ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റിന്റെ ഡെമോയാണ്. ഇത് മൾട്ടി പർപ്പസ് ക്ലീനർ ആണ്. അപ്പോൾ അതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
ക്ലീനിങ് ചെയ്ത് നമ്മൾ പരമാവധി നമ്മൾ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങളിലേക്ക് പോകുമ്പം നമ്മുടെ കൈ പരിവരുത്തും വളരെ മരം പോലെ ആയിട്ട് നമുക്ക് ചൊറിച്ചിലും അസഹ്യമായ പുകച്ചിലൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിക്കാനായിട്ട് വന്നേക്കുന്നതാണ് ഈ ഡിസോൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡെമോ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ഈ ക്ലോത്ത് ഡെനിമിന്റെ ക്ലോത്ത് ആണ്. അപ്പൊ അതിനകത്ത് പറ്റിപ്പിടിച്ച കറകളെ എങ്ങനെ കളയാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ ഞാൻ ലിപ്സ്റ്റിക് ആണ് തേക്കാൻ പോകുന്നത്. കാണാലോ അല്ലെ, ലിപ്സ്റ്റിക് ആണ് തേക്കാൻ പോണത്. ലിപ്സ്റ്റിക് തേച്ചു. അടുത്തത് ഞാൻ ഒന്ന് ഉയർത്തി കാണിച്ചു കേട്ടോ, ഉയർത്തി കാണിച്ചു. ഇത് ലിപ്സ്റ്റിക് ഓക്കെ തേച്ചിട്ടുണ്ട്. ഓക്കെ. അതുപോലെ മഷി വരച്ചിട്ടുണ്ട്. ഓക്കെ. അതുപോലെ നമ്മുടെ ഇത് ഷൂ പോളിഷ് ആണ്, അതും കുറച്ച് തേച്ചിട്ടുണ്ട്. ഷൂ പോളിഷും തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇത് ഡയല്യൂട്ട് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് 1 ml എടുത്തിട്ട് 1 ലിറ്ററിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് ഫ്ലോർ ക്ലീനർ ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ പാത്രം കഴുകാൻ ഉള്ള സൊല്യൂഷൻ ആയിട്ടും ഉപയോഗിക്കാം. പിന്നെ വെള്ളമൊഴിച്ച് കഴുകാവുന്ന ഏതൊരു പ്രതലത്തിൽ വേണമെങ്കിലും. ഡെസോൾ ഒന്ന് ഉയർത്തി കാണിക്കാമോ? ഡെസോൾ ഒന്ന് ഉയർത്തി. ഡെസോൾ കാണിച്ചു. ഇതാണ് ഡെസോള്. ഇത് മൾട്ടിപർപ്പസ് ക്ലീനർ ആണ്. അപ്പൊ ഇത് ഞാൻ കുറച്ച് ഇതിനകത്ത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് തന്നെ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് 2 മിനിറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കറകൾ അത് വിഘടിച്ച് അത് പുറത്തോട്ട് പോകുമെന്നാ പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒന്ന് ഉരച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇത് എത്ര കോൺസെൻട്രേറ്റഡ് ഉപയോഗിച്ചാലും നമ്മുടെ കൈകൾക്കൊന്നും ഒരു ദോഷം ഉണ്ടാവില്ല. കൂടുതൽ മിനുസം വരുന്നതല്ലാണ്ട് ഒരു ദോഷം ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ ലൈസോൾ പോലത്തെ സാധനമൊക്കെ കയ്യിലെടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനങ്ങളാണ്. അപ്പോ ഇപ്പൊ തന്നെ അത് ഒരു പരുവത്തിൽ പോയിക്കൊണ്ടിരിക്കണേണ്. ഇനി ഒന്ന് ഉരച്ചാൽ അത് അപ്പൊ തന്നെ പോകും. ഒരുമാതിരി പോയിട്ടുണ്ടത്. ഇനി ജസ്റ്റ് ഒന്ന് കഴുകി കളയുമ്പോ അത് പോവുകയും ചെയ്യും. ഇപ്പൊ തന്നെ ഒരു പരുവത്തിൽ പോയിട്ടുണ്ട്. ഇനി ആ കളറൊന്ന് ഇച്ചിരി നേരം കൂടി കൂടുതൽ വെള്ളത്തിൽ കഴുകി കഴിയുമ്പോഴത്തേക്ക് അത് പോകും. അത് നല്ലോണം പോകും. ഇതിപ്പോ പടർന്ന് കാണിക്കാം. ഞാൻ കുറച്ച് വെള്ളത്തിൽ കഴുകണ കാരണം വേണ്ട കാണാം. സൂപ്പർ. താങ്ക് യു സർ. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദിയുണ്ട്. അപ്പൊ എല്ലാവരും ഈ വില കുറഞ്ഞ ക്ലീനർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് തന്നെ ഉണ്ടാക്കി എടുക്കുന്നതൊക്കെ ഉപയോഗിക്കാതെ ഇതുപോലത്തുള്ള ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈകളെയും നമ്മുടെ ശരീരത്തെയും സംരക്ഷിക്കാൻ നമുക്ക് ഏറ്റവും നന്നായിരിക്കും. അപ്പൊ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. താങ്ക് യു റോസ മാഡം. വളരെ നന്നായിട്ട് ആ ഡെസോളിന്റെ ഡെമോ കാണിച്ച് വളരെയധികം നന്ദി. അപ്പൊ നമ്മൾക്ക് അറിയാത്തവർക്ക് പഠിക്കാനും കൂടിയാണ്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഉപയോഗമുണ്ടെന്ന് ആദ്യമായിട്ട് വരുന്നവർക്കും എല്ലാം വളരെയധികം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സഹായിച്ചു. അപ്പൊ നല്ലൊരു കയ്യടി. അടുത്തായിട്ട് നമ്മുടെ ഡെമോ കാണിക്കാനായിട്ട് ഒരു സൂപ്പർ വനിതയാണ് വരുന്നത്. കാരണം പ്രായമൊന്നും മോദിക്കേറില് ഒന്നുമില്ലെന്ന് നമ്മുടെ ജോൾ സാറൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. നമ്മൾക്കറിയാം, പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ വെല്ലുന്ന രീതിയിലുള്ള നല്ലൊരു ഗ്രേറ്റ് ലീഡർ ആയിട്ട് വളർന്നിട്ടുള്ള നമ്മുടെ ട്രിസ മാഡം എല്ലാവർക്കും അറിയാവുന്ന, മോദിക്കേറിലുള്ള എല്ലാവർക്കും ഒരുമിക്ക ആളുകൾക്കും അറിയാവുന്ന. കാരണം നമ്മുടെ കമ്പനി അനൗൺസ് ചെയ്ത വിദേശ ട്രിപ്പിനൊക്കെ അച്ചീവ് ചെയ്ത വളരെയധികം പതുങ്ങിയിരിക്കുന്ന ഒരു പുലിയാണ് നമ്മുടെ ട്രിസ മാഡം. അപ്പൊ ട്രിസ മാഡം നല്ലൊരു ഡെമോ കാണിക്കുന്നതായി ട്രിസ മാഡത്തെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ട്രിസ മാഡം കമോൺ. താങ്ക് യു രാജീവ് സാർ. എന്നെ കുറിച്ചൊക്കെ പറഞ്ഞതിനൊക്കെ വളരെയധികം നന്ദി പറയുന്നു. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്
ഇതൊരു ചെറിയ ഡബ്ബ ആയതുകൊണ്ടേ അധികം കാണുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ. വെൽ പ്രൊഡക്ട്സിൽ പെടുന്ന ഫുഡ് സപ്ലിമെന്റ് വിഭാഗത്തിൽ പെടുന്ന അമൃത് ശക്തി കാണാവോ? അമൃത് ശക്തി ഇത് 100 കാണാം കാണാം. ടാബ്ലറ്റ് ഉണ്ട്. ഞാൻ ഇതിന്റെ കളറോട് കൂടി ഞാൻ ഇത് ഇന്ന് കാണിക്കാട്ടോ. മാഡത്തിനെ നീക്കി പിടിക്കണോട്ടെ കൈ സെന്ററിലേക്ക് ആക്കിട്ടെ. കാണാവോ? ഞാനിങ്ങനെ എടുത്ത് കാണിക്കാം. കണ്ട ചുവന്ന കളറില്ല, കാണാവോ തോന്നുന്നു. ജെല്ല് പോലെ ഇരിക്കുന്ന ഈ ചുവന്ന സാധനം കണ്ട, മിഠായി പോലെ ഇരിക്കുന്നു കണ്ട. ഇതാണ് അമൃത ശക്തി എന്ന് പറയുന്ന സാധനം. നമ്മളുടെ വീട്ടില് ടീറ്റർ ഓയിൽ കാണിച്ചപ്പോ പറഞ്ഞു അതൊരു കുട്ടി ഡോക്ടറാണെന്ന്. നമ്മൾ യാത്ര ചെയ്യുന്ന ബാഗിലും നമ്മുടെ വീട്ടിലും അത്യാവശ്യം വേണ്ട ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഈ വെല്ലിൽ വരുന്ന അമൃത ശക്തി. ഇത് നമുക്ക് അസിഡിറ്റി, ഗ്യാസ്, വയറുവേദന, നെഞ്ചരിച്ചില്, ചിലപ്പോൾ നമ്മൾ ബിരിയാണി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വയറിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ വരികയാണെങ്കിൽ വയറ് ഉരുണ്ട് ഏറ്റമൊക്കെ വരും. പെട്ടെന്ന് നമുക്ക് എന്തൊക്കെ ഒരു അസ്വസ്ഥത പോലെയൊക്കെ തോന്നും. അപ്പൊ നമ്മൾക്ക് ഇതിൽ നിന്ന് 1, 2, 3 ഒക്കെ എടുത്ത് കടിച്ചു പൊട്ടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇങ്ങനെ വായിലിട്ട് വിഴുങ്ങി എന്നാൽ നമ്മൾക്ക് പെട്ടെന്ന് നമ്മൾക്ക് ആശ്വാസം കിട്ടുന്നു. നമ്മൾക്ക് എന്താണ് നമ്മൾക്ക് ബാധിച്ചിരുന്നത് അതെല്ലാം നമുക്ക് പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോ ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഗ്രാമ്പു, കർപ്പൂരം, മെന്തോൾ അങ്ങനെയുള്ള സാധനങ്ങളാണ്. അതുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ അതിന്റെ ഡെമോ കാണിക്കാൻ പോണെയാണ്. ആദ്യം തന്നെ ഒരു ഗ്ലാസ്സിൽ ഞാൻ പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ പച്ചവെള്ളം ഇത് കാണിക്കുന്നത് ഇപ്പൊ ശുദ്ധിയായിരിക്കുന്ന ഒരു കുടലാണ് അല്ലെ. ഇനി ഞാൻ ഈ ശുദ്ധിയായിരിക്കുന്ന കുടലിനെ നമ്മൾ പലവിധ സാധനങ്ങൾ, ജങ്ക് ഫുഡ്, ബിരിയാണി, ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള ഹോട്ടലിലത്തെ പല ആഹാരങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ കുടലെങ്ങാട് വൃത്തികേടാവുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അതിന് വൃത്തികേടാക്കാനായിട്ട് നമുക്ക് ഈ ബെറ്റാഡിൻ എന്ന് പറഞ്ഞ ഒരു ലോഷൻ ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. കാണാവോ? ഇതാണ് ബെറ്റാഡിൻ. ഈ ബെറ്റാഡിൻ സൊല്യൂഷൻ ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഈ വെള്ളത്തെ മലിനമാക്കിയാണ് ചെയ്യുന്നത്. അത് ഞാനൊന്ന് കലക്കണേ. ഇപ്പൊ മഞ്ഞ നിറമായിട്ടാ, മഞ്ഞ നിറമായി. ഇടതുവശത്തേക്ക് ഇത്തിരി നീക്കി വെക്കുന്നത് നല്ലതാണ്. കാണാവോ? കാരണം അങ്ങനെ വെക്കണം, ആ സ്ഥലത്ത് വെക്കണം താഴെ, അല്ലെങ്കിൽ സൈഡിലായിട്ടാ കാണുള്ളൂ ഞങ്ങള്. ഇപ്പൊ ഓക്കെ, കുഴപ്പമില്ല. കാണാവോ? മഞ്ഞ നിറമായിരിക്കണേണ്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മളുടെ അമൃത ശക്തി കണ്ട ഈ ജെല്ലി രൂപത്തിലുള്ള ചുവ നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്നല്ലേ, നല്ല ക്യൂടെക്സിന്റെ ഒക്കെ രൂപത്തിലൊക്കെ പൊട്ടിച്ചിട്ടോ? രണ്ടുകൂടെ പൊട്ടിച്ചിരുന്നു. കുറച്ചുകൂടി ബെറ്റാഡിൻ ഒഴിച്ചോ? ബെറ്റാഡിൻ കളർ വന്നിട്ടില്ല. എനിക്കിവിടെ കളർ വന്നു. ഇവിടെ കാണുന്നില്ല. കാണാവോ? മിക്സ് ചെയ്ത് ഇവിടെ കളർ വന്നിട്ടുണ്ട് കേട്ടാ. ഓക്കെ, കാണാവോ സാറേ? ഓക്കെ 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 ഓക്കെ. അപ്പൊ നമ്മുടെ കുടൽ അശുദ്ധമായി കേട്ടാ. കുടലിൽ ഒരുപാട് മലിനമായിട്ടുള്ള വസ്തുക്കള് എല്ലാം വന്ന് അടിഞ്ഞ് അങ്ങനെ കിടക്കണേന് നമുക്ക് വയറുവേദന വരുന്നു, ഗ്യാസ് വരുന്നു, അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു. അപ്പോൾ നമ്മൾ ഈ നമ്മളുടെ ഈ അമൃത ശക്തി ഉണ്ടല്ലോ, 2, 3 നമ്മൾ കഴിക്കുന്നു. എന്ത് സംഭവിക്കുന്നു നോക്കാം. നമ്മളുടെ ആ മലിനമായിട്ടുള്ള ആ ജലത്തിനെ നമ്മൾ കുടലായിട്ടാണ് നമ്മൾ ഉപമിക്കുന്നത്. അതിനെ നമ്മളിപ്പോ ശുദ്ധമാക്കി തീർക്കുകയാണ് അല്ലേ. നല്ല പ്യുവറായിട്ട് അതിനെ പഴയ രൂപത്തിലാക്കി തീർക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് പിള്ളേരൊക്കെ ഓടി വീണ് മുട്ടുപൊട്ടി ചോരയൊക്കെ ഒലിച്ചു വരുമ്പോ ഞാൻ എൻ്റെ ഈ അമൃത ശക്തി പൊട്ടിച്ച് അവരുടെ കാലിൽ പുരട്ടും. കരച്ചിലും ബഹളവും തീർന്ന് വേദനയും തീർന്ന് ചിരിച്ചോണ്ട് ഓടും. അല്ലെങ്കിൽ അമ്മനെയും മാതാപിതാക്കളെയും വിളിച്ചു വരുത്തണമെന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും
ഞാൻ അമൃതശക്തിയായിട്ട് ഓടിച്ചെല്ലുന്നു. അപ്പൊ ഇതില് കിടന്നിങ്ങനെ കലങ്ങുമ്പോ ആ ബെറ്റാഡിൻ സൊല്യൂഷൻ നമ്മുടെ കുടലിനെ അശുദ്ധമാക്കി. അപ്പോൾ അതിനെ വയറുവേദന വന്നു, അല്ലെങ്കിൽ വയറെരിച്ചില് വന്ന് നമുക്ക് എന്തോക്കെ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. അപ്പോൾ ഈ നോക്കിയേ, ആ മലിനമായ ജലത്തെ നല്ല വെണ്മയേറിയ ജലമാക്കി തീർത്തിരിക്കുകയാണ് ഇവിടെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ കുടൽ വൃത്തിയായി. കുടൽ നന്നായാൽ അല്ലെ, കുടൽ നന്നായാൽ ഉടൽ നന്നായിരിക്കും എന്നാണ് പറയുന്നത്. കുടലിന് ആരോഗ്യമുണ്ടായാൽ നമ്മളുടെ ഉടലും നന്നായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും വാങ്ങി ഉപയോഗിക്കുക. യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നിയാൽ 1-2 പൊട്ടിച്ചൊഴിക്കുക. തലവേദന വന്നിട്ടുണ്ടെങ്കിൽ, മുഖത്തൊക്കെ നീര് വന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ ഇത് പൊട്ടിച്ച് പ്രയോഗിക്കാവുന്നതാണ്. ഇന്നലെ എനിക്ക് ജലദോഷം വന്നപ്പോ വേറൊരു പുതിയ അറിവ് കിട്ടി. ഈ അമൃതശക്തി ഉപയോഗിച്ച് ഞാൻ വെള്ളത്തിലിട്ട് ആവി പിടിച്ചു. എനിക്ക് വളരെ ആശ്വാസം തോന്നിയേട്ടാ. എനിക്കിപ്പോ അത്ര പ്രയാസമില്ല. എന്ന് വെച്ചാൽ ഈ അമൃതശക്തി അതിൽ കിടന്ന്, ആ വെള്ളത്തിൽ കിടന്നിട്ട് ആ കർപ്പൂരവും മെന്തോളും എല്ലാം കൂടി എന്റെ വായിലോട്ടും മൂക്കിലോട്ടും എല്ലായിടത്തേക്കും പ്രവേശിച്ച് എനിക്ക് പെട്ടെന്നൊരു ആശ്വാസം തന്നു. വെരി ഗുഡ് ഉൽപ്പന്നമാണ്. എല്ലാവരും അത്യാവശ്യം വാങ്ങിക്കുക. അധികം വിലയൊന്നുമില്ല, 452 രൂപയെ വിലയുള്ളൂ. 100 ടാബ്ലറ്റ് ഉണ്ട്. നമുക്ക് വേണ്ട രീതിയിൽ നമ്മളത് ഉപയോഗിച്ചാൽ നമ്മൾക്ക് ഒരുപാട് ബീവിയും വന്നു ചേരും, വരുമാനവും വന്നു ചേരും. അപ്പൊ എനിക്ക് അവസരം തന്ന ലീഡേഴ്സിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു ട്രിസ മാഡം. വളരെ നല്ല രീതിയിൽ പുതിയൊരു അറിവും നല്ലൊരു ഡെമോവും കാണിച്ചതിന് ട്രിസ മാഡത്തിന് നല്ലൊരു കയ്യടി. നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും അത് പ്രയോജനപ്പെടും. അടുത്തായി നമ്മുടെ ഷൊർണൂരിൽ നിന്ന് വരുന്ന നമ്മുടെ ഹൈറുന്നിസ മാഡം നമ്മുടെ എല്ലാ പരിപാടികളിലൊക്കെ വളരെ ശക്തമായ സാന്നിധ്യം. കാരണം മാഡത്തിന് നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളെ പറ്റിയും നല്ലൊരു ധാരണ, സ്വന്തമായിട്ട് ഉപയോഗിച്ച് നല്ല അതിന്റെ ഗുണങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഹൈറുന്നിസ മാഡം. അപ്പൊ നമ്മുടെ ഗ്രേറ്റ് ലീഡറായ ഹൈറുന്നിസ മാഡത്തെ ഞാൻ നല്ലൊരു ഡെമോ കാണിക്കുവാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഹൈറുന്നിസ മാഡം, കമോൺ. Okay, thank you, sir. ഫോട്ടോ വരുന്നില്ലല്ലോ അല്ലെ? ഫോട്ടോ വരുന്നില്ലല്ലോ സാറേ? മേഡത്തിന് കാണാമല്ലോ, മേഡം കാണിച്ചോളൂ. കാണാം. ആണോ? കാണാമോ? കാണാം. ശരി. എനിക്ക് കാണുന്നില്ല എന്നെ. അപ്പൊ ക്ലാസ് അറിയില്ല. ശരി. അപ്പൊ എല്ലാവർക്കും എന്നെ പറ്റി പറഞ്ഞ രാജീവ് സാറിനും അതുപോലെ എന്നെ ഈ ഒരു സൂമിലേക്ക് എനിക്ക് ഡെമോൺസ്ട്രേഷൻ തന്ന അതുപോലെ ലീഡേഴ്സിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത രാവിലെ ഒരു ഗ്ലാസ് വെള്ളമായാലും അത് നമുക്ക് ബെച്ചായ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത മിക്ക ആളുകൾക്കും ഉള്ള ഒരു പ്രോഡക്റ്റിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതായത് നമുക്കിവിടെ നമ്മുടെ കമ്പനി ഒരുക്കി തന്നത് പുറത്ത് നമുക്ക് ട്രഡീഷണൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനെ പറ്റിയാണ് ഞാനിവിടെ ഇങ്ങനെ പറയുന്നത്. എനിക്ക് എന്റെ ഫോട്ടോ കാണുന്നില്ല, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ എടുത്ത പ്രോഡക്റ്റ് കാണുന്നുണ്ടോ? നിന്ന് മേടിച്ചതാണ് ഞാന്. അപ്പൊ അത് കൂടാതെ ഇത് നമ്മുടെ കമ്പനി, അതായത് മോഡി കെയർ കമ്പനിയാണ് ഇത് നമ്മുടെ. അപ്പൊ ഇത് മോഡി കെയർ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് തേരിയാണ്. ഇത് ട്രഡീഷണൽ മാർക്കറ്റിൽ നിന്നും മേടിച്ച് പറയുന്നു. അതിനോടനുബന്ധിച്ച് ഞാൻ ആദ്യം തന്നെ നമ്മുടെ പ്രോഡക്റ്റ് നെറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ മാഡം? നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, നമുക്കൊന്ന് ക്ഷമിക്കാം, വെയിറ്റ് ചെയ്യാം.
ഹലോ. അനീഷ മേഡം പറഞ്ഞോളൂ. ഡിസ്കണക്ട് ആയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. മേഡം ഓക്കെ സംസാരിക്കൂ നിഷ മേഡം. നിഷ മേഡം മ്യൂട്ടാണ്. ഒരു സെക്കൻഡ് അൺമ്യൂട്ട് ചെയ്യാം. നിഷ മേഡം അൺമ്യൂട്ട് ചെയ്യോ കേട്ടോ. ആ ഓക്കെ സാർ. കേൾക്കാം. പെട്ടെന്ന് പറഞ്ഞോ. ആ ക്ലാസ് കാണാമോ? ക്ലാസ് കാണാമോ? ഇപ്പൊ ഓക്കെ. ഉയർത്തി പിടിച്ചാൽ മതി. ഇതിൽ ഞാൻ ഒരു സ്പൂണ് ഇതിലൊരു തേയില ഇടുന്നുണ്ട്. പുറത്തു നിന്നും മേടിച്ചതാണ്. ഇടുന്നുണ്ട്. ഇത് നമ്മുടെ സോൾ ഫ്ലവേഴ്സിന്റെ മോഡിഫൈഡ് ആയ കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ്. നമുക്ക് ഇതിൽ ഒരു സ്പൂണ് പൊടി നമ്മളിവിടെ ഇടുന്നുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ നമുക്കിവിടെ നമ്മുടെ കമ്പനിയുടെ പൊടിക്ക് തരിയായിട്ടാണ് വരുന്നത്. തരിയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് പൗഡർ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് പൗഡർ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ ഗ്ലാസ് ഉയർത്തി പിടിക്കാമോ? ഗ്ലാസ് ഉയർത്തി പിടിക്കും. ഇത് നിന്നുള്ള ഷോപ്പിൽ നിന്നും മേടിച്ച തേയിലാണ്. ഓക്കെ, കാണാം സാറേ? കാണാം. ഇത് നമ്മുടെ മുടി കയറിന്റെ തേയിലാണ്. ഇത് എന്താണ് അലിഞ്ഞു ചേരാത്തത്? ഇത് തിളച്ചു കഴിഞ്ഞാലാണ് ടിക്കഷൻ വരത്തുള്ളൂ. ഇത് നല്ലവണ്ണം വെള്ളം ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് ടിക്കഷൻ കൂടി വരുള്ളൂ. അപ്പൊ ഇത് വലിയ തരിയാണ്. ഈ തരിയിൽ കൂടി നമുക്ക് വെള്ളം തിളച്ചു വരുമ്പോൾ കിട്ടുന്ന ടിക്കഷനാണ്. അതിലൊരു ഇളം മധുരം കൂടി ഇതിൽ ചേരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ സോൾ ഫ്ലവേഴ്സിന്റെയും അതേസമയം പുറത്തു നിന്ന് മേടിച്ച തേയിലയുടെ വ്യത്യാസമാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്കിവിടെ ആസാമിൽ നിന്നും നമുക്ക് ഓർത്തോഡോക്സ് തേയിലയുടെ രുചികരമായ തേയിലയാണ് നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ലഭിക്കുന്നത് ഇത് തേയില സമ്പന്നവും ഉണർവും നമുക്ക് ഉന്മേഷവും നൽകുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആ ഒരു തേയില നമുക്ക് ഇവിടെ എന്താണ് വ്യത്യാസം? ഈ രണ്ട് തേയില വെച്ച് നമുക്ക് ആന്റി ഓക്സിഡന്റ് കൂടി നമുക്ക് ഇവിടെ ഇങ്ങനെ ലഭിക്കുന്നു. ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ കളർ ഉണ്ടാകും. അപ്പൊ ഇതിൽ കളർ ചേർത്തി വരുന്നത് കൊണ്ട് മാത്രമാണ് ഇത് പച്ചവെള്ളത്തിൽ ഇട്ട തേയിലയാണ് ഈ കാണുന്നത്. ഇത്രയും കളറാണ് നമ്മുടെ ലിവറിനെയും കിഡ്നിയെയും എല്ലാം ബാധിച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ കെമിക്കലായിട്ട് നമ്മൾ രാവിലെ തന്നെ കുടിച്ച് ഇറക്കി നമ്മൾ പോഷനാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും തന്നെ ഇത് ഒരു ശ്രദ്ധിക്കുക. ഇത് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും കൂടി പറയുന്നത് ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പുറത്ത് തേയില എങ്ങനെയാണ് നമ്മൾ ഇതിങ്ങനെ കുടിച്ചിട്ട് നമ്മൾ അസുഖം വരുത്തുന്നത്? നമ്മളായിട്ടാണ് ഈ അസുഖങ്ങൾ വരുത്തുന്നത്. അപ്പൊ നല്ല പ്രൊഡക്റ്റ് നല്ല കമ്പനി തിരഞ്ഞെടുക്കുക. അതാണ് മോഡിഫയർ. ഞങ്ങൾക്ക് ഇത് രണ്ടും കൂടിയുള്ള വ്യത്യാസമാണ് ഇവിടെ കാണിച്ചത്. ഓക്കെ, താങ്ക് യു സാർ. ഒരു അവസരം സാറിനോടും ജോലി സാറിനോടും എല്ലാ ലീഡേഴ്സിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിക്കും. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും വകവെക്കാതെ അതിനെല്ലാം മറികടന്ന് നല്ലൊരു ഡെമോ നമ്മൾക്ക് വേണ്ടി, കാരണം നമ്മൾ മോദി കെയറിലുള്ള ലീഡേഴ്സും കൺസൾട്ടന്റും എല്ലാം കള്ളങ്ങളെ പൊളിച്ചടക്കുന്നവരാണ്. പരസ്യങ്ങൾ ചെയ്ത് നമ്മളെ അഡിക്റ്റ് ആക്കുന്ന ആളുകളുടെ കള്ളങ്ങളെല്ലാം നമ്മൾ പൊളിച്ചടുക്കി സമൂഹത്തിനോട് നമ്മൾ വളരെയധികം നന്മ ചെയ്യുന്ന ആളുകളാണ്. സമൂഹത്തെ ബോധവാന്മാരാക്കുന്നത്. അതിലൊരു പങ്ക് ആയിരനിസ മാഡവും ഇപ്പോൾ ചെയ്തു. മാഡത്തിനോട് ബിഗ് സല്യൂട്ട്. ജോൾ സാറേ, അപ്പൊ അടുത്തത് വേറെ ആൻചേച്ചി വല്ലതും കാണിക്കുന്നുണ്ടോ? ആൻചേച്ചി നമ്മ ചെയ്തുണ്ടോ? സാറേ, ഞാനിന്ന് ഒരുങ്ങിയില്ല. ഓക്കെ കുഴപ്പമില്ല. ദിലീപ് സാറാ? ഓക്കെ, ദിലീപ് ജി ഒന്നും ഏറ്റിട്ടില്ല.
അപ്പൊ അങ്ങനെയാണ് നമുക്ക് കേട്ടുള്ളൂ. ക്ലോസിംഗിലേക്ക് പോകാം. 8:52 അപ്പോ നമ്മളെ ഓക്കെ സാറേ. സൂമിലൂടെ കാണിച്ച എല്ലാ പ്രിയപ്പെട്ട ലീഡേഴ്സിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എനിക്കിടക്കൊന്ന് നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അല്പനേരം ഞാൻ ലെഫ്റ്റായി. അതേപോലെ പ്രോഗ്രാം MC റോൾ നന്നായിട്ട് കൈകാര്യം ചെയ്ത നമ്മുടെ രാജീവ് സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മോദി കെയർ ബിസിനസ്സിൽ വന്നതുകൊണ്ടാണ് ഇത്രയും നല്ല നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിനും നമ്മുടെ ആരോഗ്യവും നമ്മുടെ എനർജിയും എല്ലാം വർദ്ധിപ്പിക്കുന്നതിനും കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതിനുള്ള അവസരം നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിന് നമ്മൾ ആരാധനായ MD സമീർ മോദി സാറിനോട് നമുക്ക് നന്ദി പറയാം. നമുക്കുള്ളൊരു പോസിറ്റീവ് സൈഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും വളരെ അല്ലെ മോദിക്കലേക്ക് വളരെ ചെറിയൊരു വിഭാഗം ആളുകൾ മാത്രമേ ഇപ്പോഴും കസ്റ്റമറായിട്ട് കൺസൾട്ടൻസ് ആയിട്ട് വന്നിട്ടുള്ളൂ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 3.5 കോടിയാണ് കേരളത്തിലെ ജനസംഖ്യ. മലേഷ്യയുടെ അത്ര ഏകദേശം ലോകത്തെ ഒരു രാജ്യമായ മലേഷ്യയുടെ അത്ര മാത്രം ജനസംഖ്യ ഇവിടെ കേരളത്തിലുണ്ട്. 3.5 കോടി ഏകദേശം. അതിൽ 1% വരണമെങ്കിൽ 3.5 ലക്ഷം വരണം അല്ലെ. 3.5 ലക്ഷം വരുമ്പോഴാണ് 1% ആകുന്നത്. ശരിക്കും പറയുന്നത് മോദി കെയർ ബിസിനസ് അല്ലെങ്കിൽ മോദി കെയർ ഉൽപ്പന്നങ്ങള് സജീവമായിട്ട് വാങ്ങിക്കുന്ന കൺസൾട്ടൻസ് വെറും 30,000 35,000 മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അതായത് 1% 0.1% മാത്രമേ ഇപ്പോഴും മോദി കെയർ ബിസിനസ്സിൽ അല്ലെങ്കിൽ മോദി കെയറിന്റെ ഡീപ്പുകളിൽ നിന്നോ MLC-കളിൽ നിന്നോ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നുള്ളൂ. വെറും 0.1% മാത്രം. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ശൈശവ ദശയിലാണ്. ഇനിയും ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ബിസിനസ്സിലേക്ക് വരാനുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ മോദി കെയർ ഉൽപ്പന്നങ്ങളുടെ മാഹാത്മ്യം മനസ്സിലാക്കാനുണ്ട്, മഹിമ മനസ്സിലാക്കാനുണ്ട്. അപ്പൊ അത് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട, കാണിച്ചു കൊടുക്കേണ്ട വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും അല്ലെ. നമ്മളത് സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി മോദി കെയറിലൂടെ കിട്ടുന്ന റീറ്റെയിൽ ബെനിഫിറ്റും റീപർച്ചേസ് പ്രോഗ്രാമും ലോയൽറ്റി പ്രോഗ്രാമും സബ്സിഡിയും എല്ലാം ലഭിക്കുന്നതിലൂടെ ഇത്രയും നല്ല ഉൽപ്പന്നങ്ങൾ പകുതി വിലയ്ക്ക് ഉപയോഗിക്കാമെന്നും അതിലൂടെ ആരോഗ്യം സംരക്ഷിക്കാമെന്നും ഈ ഒരു നല്ലൊരു മെസ്സേജ്, ഈ ഒരു നല്ല വിശേഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് നമുക്കൊരു എക്സ്ട്രാ വരുമാനം നേടിയെടുക്കാൻ പറ്റുമെന്നും ആ എക്സ്ട്രാ വരുമാനം കുറെ കഴിയുമ്പോൾ നമ്മൾ മെയിൻ വരുമാനത്തെ ഓവർടേക്കുന്ന സമയത്ത് ഫുൾ ടൈം ആകാമെന്നും വളരെ സന്തോഷത്തോടു കൂടി ആരോഗ്യത്തോടു കൂടി ദീർഘായുസോടു കൂടി പ്രൊഡക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ആയിരിക്കാം എന്നുള്ള ഈ ഒരു ഗുഡ് മെസ്സേജ് എല്ലാവരിലേക്ക് എത്തിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറിയ ശതമാനം ആളുകൾക്ക് മാത്രമേ ഇപ്പോഴും മോദി കെയറിന്റെ ഉൽപ്പന്നങ്ങളുടെ മാഹാത്മ്യം മനസ്സിലായിട്ടുള്ളൂ. അപ്പൊ അൺലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ പുറത്തുണ്ട്. അപ്പൊ അവരിലേക്ക് എത്തിക്കാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക. സാധിക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ മോദി കെയർ ഉൽപ്പന്നങ്ങളുടെ ലൈവ് ഡെമോ കാണിക്കുക. മോദി കെയർ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബെനഫിറ്റ്സ് തുണ്ട് കടലാസിൽ എഴുതി കൊടുക്കുക. എന്താണ്, കാതുള്ളവൻ കേൾക്കട്ടെ അല്ലെ എന്ന് പറയുന്ന പോലെ തന്നെ തലയിൽ ആൾതാമസമുള്ള ആളുകൾക്ക് ഇത് കണ്ടാൽ കേട്ടാൽ മനസ്സിലാകും. എന്നിട്ടും എന്നെ തല്ലണ്ടമ്മാവ ഞാൻ നന്നാകൂല എന്ന് പറയുന്ന ആളുകളെ അവരെ വഴിക്ക് വിട്ടേക്കുക. നല്ല ഉൽപ്പന്നങ്ങൾ ഇഷ്ടപ്പെടുന്ന, എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കുന്ന, ജീവിത വിജയം ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ പുറത്തുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം മോദി കെയറിൽ ഏറ്റവും കൂടുതൽ ഇൻകം വാങ്ങിക്കുന്ന ഒരു കസ്റ്റമർ, ഒരു കൺസൾട്ടന്റ് നമ്മുടെ സുരേഖ ഭാർഗവ എന്ന് പറയുന്ന വീട്ടമ്മയാണെന്ന് അറിയാം. പക്ഷേ ട്രെയിനിങ്സിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് സുരേഖ ഭാർഗവയല്ല ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള കൺസൾട്ടന്റ്. ആ കൺസൾട്ടന്റ് ഇപ്പോഴും അകത്തല്ല പുറത്താണ്. ആ കൺസൾട്ടന്റ് ഇപ്പോഴും ജോയിൻ ചെയ്തിട്ടുള്ളത്. ആ കൺസൾട്ടന്റിനെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ആ കൺസൾട്ടന്റിനെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നമുക്കാണ്. നമുക്ക് ഓരോരുത്തർക്കാണ്. ആ കൺസൾട്ടന്റ് വന്നു കഴിഞ്ഞാല് അത്ഭുതങ്ങൾ സംഭവിക്കും, മിറക്കിൾ സംഭവിക്കും. അതിനായിട്ട് നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ സ്വപ്നം ശക്തമാണെങ്കിൽ, സ്വപ്നം തീവ്രമാണെങ്കിൽ ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ഈ പ്രപഞ്ചം തന്നെ ഗൂഢാലോചന നടത്തി അതിന് പറ്റിയ വ്യക്തികളെയും സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും എല്ലാം നമ്മിലേക്ക് അടുപ്പിച്ചു തരും എന്നുള്ള ശക്തമായ വിശ്വാസത്തോടു കൂടി മുൻപോട്ട് പോകാം. നമ്മുടെ ഡ്രീംസ് എല്ലാം ഫുൾഫിൽ ചെയ്യാൻ കഴിവുള്ള മോദി കെയർ ഉൽപ്പന്നങ്ങൾ, മോദി കെയർ കമ്പനിയും മോദി കെയർ മാനേജ്മെന്റും നമ്മൾ വിജയം ആഗ്രഹിക്കുന്ന അപ്ലയൻസ് എല്ലാം നമ്മളോടൊപ്പം ഉണ്ട്. അവരോട് തോളോടൊപ്പം തോൾ ചേർന്ന് നമുക്ക് വിജയപാതയിലൂടെ മുന്നിലേക്ക് കടക്കാം, നടക്കാം, പറക്കാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ. പ്രത്യേകിച്ച് ഡെമോൺസ്ട്രേഷൻ കാണിച്ച എല്ലാ ലീഡേഴ്സിനും
പ്രോഗ്രാമിൽ ആദ്യ അവസാനം പങ്കെടുത്ത എല്ലാ കൺസൾട്ടൻസ് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ജി മോദിക്ക്. താങ്ക് യു ഓൾ. താങ്ക് യു സാർ. താങ്ക് യു Thank you, sir. ഓൾ ലീഡേഴ്സ്. Thank you. താങ്ക് യു സാർ. താങ്ക് യു ലേഡീസ്. താങ്ക് Thank യു. you. Thank you. Thank you. Last support. Thank you. താങ്ക് യു എവരിബഡി. താങ്ക് യു. Bye. Good night. ബൈ. ഗുഡ് നൈറ്റ്. Good night. ബൈ.